ഒരു നൂൽപ്പാലത്തിലൂടെ ഒരാൾ നടക്കുമ്പോൾ അപ്പുറത്തുനിന്ന് ഒരാൾ അയാളുടെ പേര് വിളിച്ചു. അപ്പോൾ അയാൾ പേര് കേൾക്കുന്നു. പക്ഷേ പേര് വിളിച്ച ആളുടെ ഡയറക്ഷനിലോട്ട് അയാൾ മുഖം തിരിച്ചു നോക്കാൻ നിൽക്കുന്നില്ല. കാരണം അങ്ങനെ ചെയ്താൽ അത് അയാൾക്കറിയാം, അയാളുടെ നൂൽപ്പാല നടനം അതോടെ ഒരന്ത്യം സംഭവിക്കുകയാണെന്ന്. അപ്പോൾ ആ വിളിച്ച പേര് അയാൾ കേൾക്കുന്നുണ്ട്. പക്ഷെ അയാൾ നടക്കുന്ന ആ നൂൽപ്പാലത്തിലുള്ള അതിലാണ് അയാളുടെ മൊത്തം ശരീരവും ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ചില സാധനങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും ഇങ്ങനെ ആയിരിക്കണം. ചില സമയത്ത്, എപ്പോഴും വേണമെന്നില്ല, പല മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട് പല ആളുകൾക്കും. അത് ചില സമയത്ത് ചില ആന്തരികമായിട്ടുള്ള യാത്രകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രോസസ്സ്, ഒരു പ്രൊസീജിയർ, ഒരു സമയം, ഒരു പീരിയഡ് ഓഫ് ടൈം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അത് മാത്രമേ കാണാവുള്ളൂ. ആ വിഷൻ മാത്രമേ കാണാവുള്ളൂ. അർജുനൻ കാണുന്നത് പോലെ ജസ്റ്റ് കിളിയുടെ കണ്ണ് മാത്രമേ കാണാവുള്ളൂ, വേറൊന്നും കാണരുത്. മറ്റേതൊക്കെ അവിടെ ഉണ്ട്, പക്ഷേ അതെല്ലാം അറിയാം. പക്ഷെ കാണുന്നത് അത് മാത്രം, ദൃഷ്ടി അതിൽ മാത്രം. അത് തന്നെ ആയിരിക്കണം സംസാരത്തിലോട്ടും പുറത്ത് വരേണ്ടത്. അപ്പോൾ അതിന് കുറേ എക്സാമ്പിൾസായിട്ട് പല ആൾക്കാർ സംസാരിക്കുന്ന സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാരുണ്ട്, സ്പിരിച്വൽ മേഖലകളിലല്ലാത്ത ആൾക്കാരുമുണ്ട്. സ്പിരിച്വൽ മേഖലയിൽ ഉള്ള ഒരാളിൻ്റെ എക്സാമ്പിൾ ഓഷോ ഒരു പ്രൈം എക്സാമ്പിളാണ്. ബട്ട് ദാറ്റ് ഈസ് നോട്ട് ദ ടോപ്പിക് ദാറ്റ് ഐ എം വിഷിംഗ് ടു ഡിസ്കസ് ഹിയർ. ഈ നൂൽപ്പാല നടനം എന്ന് പറയുന്നത്, ഈ സോഷ്യൽ മീഡിയ ഷെയറിങ് ഇപ്പോൾ ഈ സമയത്ത്, നാളത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്, മറ്റന്നാളത്തെ കാര്യമല്ല പറയുന്നത്. നാളെ മറ്റന്നാളും ചിലപ്പോൾ എൻ്റെ പ്രൊസീജിയർ മാറും. സോ എ മാൻ ഹാസ് ടു കോൺട്രഡിക്റ്റ് ഹിംസെൽഫ്, ഹിസ് ഓൺ വേർഡ്സ്. അത് ഓഷോൻ്റെ ഒരു ലൈഫിൽ തന്നെ അങ്ങേര് തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങേര് തന്നെ പറഞ്ഞ വാക്കുകൾ അങ്ങേര് തന്നെ കോൺട്രഡിക്റ്റ് ചെയ്യും. അതിനുള്ള ഫ്രീഡം അങ്ങേർക്കുണ്ട് എന്നുള്ള രീതിയിൽ. അപ്പോൾ അതുപോലെ തന്നെ നാളത്തെ കാര്യമല്ല ഞാൻ സംസാരിക്കുന്നത്, ഇന്നത്തെ കാര്യമാണ് സംസാരിക്കുന്നത്. ഇപ്പോഴത്തെ വിഷയമാണ് സംസാരിക്കുന്നത്, ഒരു ഐഡിയയാണ് സംസാരിക്കുന്നത്, ഒരു ഐഡിയേഷനാണ് സംസാരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യം ഷെയർ ചെയ്യുന്നു. ഷെയർ ചെയ്തിട്ട് ചിലവർക്ക് എനിക്ക്, ചിലവർക്ക് എനിക്ക്, ചിലവർക്ക് വേറൊരാൾക്ക്, ചിലവർക്ക് മറ്റൊരാൾക്ക്, ചിലപ്പോൾ എല്ലാവർക്കും ആവണമെന്നില്ല, ചിലവർക്ക് സംഭവിക്കാം. ഷെയർ ചെയ്ത സാധനം തന്നെ വീണ്ടും ഇരുന്ന് കേൾക്കുക. അത് ഒരു തിരിഞ്ഞു നോട്ടമാണ്. ഡോണ്ട് ലുക്ക് ബാക്ക് എന്നൊരു ഫിലോസഫി വേണമെങ്കിൽ ഫോളോ ചെയ്യാം. നെവർ ലുക്ക് ബാക്ക്. ഫോളോ എന്ന് പറഞ്ഞാൽ സംസാരിക്കുക, ഷെയർ ചെയ്യുക, വീഡിയോ റെക്കോർഡ് ചെയ്യുക, ഷെയർ ചെയ്യുക. തിരിഞ്ഞിരുന്ന് കേൾക്കേണ്ട കാര്യമില്ല. അവൻ മരിച്ചു. ആര് മരിച്ചു? ഷെയർ ചെയ്തവൻ മരിച്ചു. ആ ഷെയർ ചെയ്യുന്നത് ഒരു തീയാണ്. അതും ഓഷോ പറഞ്ഞിട്ടുണ്ട്. സന്യാസിയെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. സന്യാസി എന്ന് പറഞ്ഞാൽ ഈ നിമിഷം ഒരു തീയാണ്, അതിൽ എരിഞ്ഞ് ഇല്ലാതാവുമല്ല, അത് കണ്ടിന്യൂസ്ലി ആ തീ അവിടെ നിൽക്കുന്നില്ല. എരിഞ്ഞ് ഇല്ലാതാവുന്നവരെ, ആ സാധനം, ആ തടി കഷ്ണം ഇല്ലാതാവുന്നവരെയും, തടി കഷ്ണമാവുന്ന ഈ ജീവിത ശകലം, ഇതിനപ്പുറത്ത് വേറെ തടി കഷ്ണങ്ങൾ കത്താനുണ്ട്, അത് വേറെ പ്രതലങ്ങളിൽ, അത് വേറെ ടോപ്പിക്. അപ്പോൾ ഈ തടി കഷ്ണം ഇല്ലാതാവുന്നവരെ കത്തി പോവുക. അത് തിരിഞ്ഞു നോക്കാൻ നിന്നാൽ ചിലപ്പോൾ പുക കൂടുതലായിട്ട് ഉണ്ടാവും, കൂടുതലായിട്ട് പുകഞ്ഞ് കത്തും. ആ പുകഞ്ഞ് കത്തുന്നത് അത്ര നല്ല രീതിയിലുള്ളൊരു കത്തലായിരിക്കത്തില്ല. അപ്പോൾ പുക കുറയ്ക്കാൻ വേണ്ടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, തിരിഞ്ഞു നോക്കാതിരിക്കുക. ലൈക്കോ കമൻറ്റോ ഇത്ര വ്യൂസ് കിട്ടി, അതൊക്കെ ചിലപ്പോൾ ആ പ്ലാറ്റ്ഫോംസിനകത്ത് കയറുമ്പോൾ ഓട്ടോമാറ്റിക്കലി കാണേണ്ടി വരും.
അത് കുഴപ്പമില്ല. അത് നോക്കാൻ വേണ്ടി പ്ലാറ്റ്ഫോമിൽ കയറി എടുത്ത് നോക്കുക. അത് നോക്കാതിരിക്കുക. ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് റെലവൻറ്റ്. What is relevant is what is happening right now. And when I communicate that, after I communicate that, it is gone. And let it be gone. That is the philosophy that I'm sharing. This is an optional philosophy. This is not a philosophy that I am saying that I will be following. I might be following. This is a philosophy that I'm interested in, interested conceptually in following, because this has certain benefits. Because you are walking a line. If you are walking a line, then your concentration and focus should be on that walking alone. Thank you.